ഇന്ന് നമ്മളെ വാഷിംഗ് മെഷീന് കേടായിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അയച്ചു നോക്കാൻ പോവാണ്. അപ്പോൾ അയച്ചു നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ എലി മുറിച്ചത് കാരണം തോന്നിപ്പോൾ അത് വെള്ളം എടുക്കുന്നുണ്ട്, പക്ഷെ വാഷ് ചെയ്യുന്നില്ല. സെൻസർ എന്തോ പറ്റിയിട്ടുണ്ട്, അതൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ കഴിക്കുന്ന വീഡിയോ ഒക്കെ കാണാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ കഴിക്കട്ടെ, എല്ലാം ഓരോന്നോരോന്നായിട്ട് സ്ക്രൂ കഴിച്ചെടുക്കട്ടെ. എങ്ങനെയാ കഴിക്കണ്ടെന്ന് അറിയില്ലേ, ചുമ്മാ നോക്കാണ്. സ്വന്തം മുതലായതുകൊണ്ട് പേടിക്കണ്ട, ആരോട് സമാധാനം പറയണ്ട കഴിക്കുന്നില്ല. എലി മുറിച്ചിട്ട് 2 പ്രാവശ്യം ഞാൻ പൈസ കൊടുത്ത് നന്നാക്കിയതാണ്. അപ്പോൾ ഇനി എനിക്ക് കയ്യില്ല പൈസ കൊടുക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിച്ച് നോക്കാം, എന്താണ് ഇത് കുഴപ്പം നോക്കട്ടെ. ഇത് പൊന്തിച്ച് വെച്ചാൽ പോലെ. ഓക്കെ, അത് കഴിക്കേണ്ടി വരും. കഴിച്ച് അതും കഴിക്കണം. പൊട്ടിപ്പോയാലും ഇവിടെ മുറിയാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതാ ഈ 4 ഭാഗത്തുള്ളേയും കഴിക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് എന്താവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും നമുക്കിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇത് ഓഫാക്കി ഇതാണ് അവസ്ഥ. വാഷിംഗ് മെഷീൻ്റെ ഉള്ളാണിത്. ഇത് തന്നെയാ അത് മെയിനായിട്ട് പോകുന്ന വയറ് എന്ത് കഴിക്കാം ഇല്ലല്ലോ. ഇത് പൊട്ടിയാന്ന് തോന്നുന്നു. പ്രശ്നം ഇത് പൊട്ടി. ഈ വയറില്ല, അത് സെൻസർ അതെന്താക്കും, അതുപോലെ മാറ്റി തന്നല്ലേ. ഇനിയിപ്പം പിന്നെ വാങ്ങാനോ. ഇതൊന്ന് പിടിച്ചാൽ അപ്പം അതിൻ്റെ ഉള്ളിൽ വീണോ ഇനി എടുത്ത് ഇട്ട് ഇത് എടുത്ത് കണക്ഷൻ കൊടുക്കണ്ടേ. സെൻസർ ഇതാണ്, ഇത് മുറിച്ചിട്ടതാണ് സംഭവം. ഇത് ഓഫാക്കിയിട്ടില്ല. ഇത് കഴിക്കട്ടെ, ഉള്ളിലേക്ക് പോയാൽ ഇത് നോക്കട്ടെ. ഇവിടെ കണക്ഷൻ കൊടുക്കാല്ലോ, ഇവിടെ അത് നോക്കണം. ഇത് പിടിക്ക്. എന്നിട്ട് ഇതും കൂടിയും കഴിച്ചിട്ട് നോക്കട്ടെ എന്താ ശരി. വേറെ വെച്ചോളെ ഇല്ല. എന്താ അവിടെ പിടുത്തണ്ട് എന്നിട്ട് ഇല്ലില്ല. അതിലേക്ക് പോകണം, കൊടുക്കണം. അതിലേക്കല്ലേ, അതാടെ മുറിച്ച് കാണിക്കും. ഇവിടുന്ന് ഈ വയറ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് മുറിച്ച് കാണിക്കും. അതാടെ മാറ്റി കൊടുക്കണം. അതിന് വയറെത്തോന്ന് അറിയില്ല, അതെത്തോന്ന് അറിയില്ല. നമുക്ക് സ്വിച്ചും വർക്ക് ചെയ്യുന്നില്ലല്ലോ. സ്വിച്ച് അതുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്. അങ്ങനെ തന്നെ ആദ്യമായ നമുക്ക് അല്ല ഒലിയുടെ ഇങ്ങനെ ഇതാ ജോയിൻ്റ് ആക്കുകയും ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും മുറിക്കാം. വരും, ഇങ്ങനെ പൊന്തിച്ചെടുക്കണം. ഇതാ ഉള്ളിലൊരു സ്ക്രൂ ഉണ്ട് കേട്ടോ. എന്തായാലും എന്തെങ്കിലും ആവട്ടെ, ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. എവിടെ എത്തും എങ്ങനെ എത്തും എന്നൊന്നും അറിയില്ല. വിധി പോലെ വരട്ടെ. ഒരു നന്നാകില്ല 100 റുപ്യ മുന്നില്ല. അപ്പം ആ സ്ക്രൂ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കഴിച്ച് വെക്കാം. ഇതൊക്കെ ഇത് മുറിച്ച് എലി മുറിച്ചാണ് കേട്ടോ.
ഇതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ സാധനം ഉള്ളത്. ഇതാണ് സാധനം. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ വേറെ മുറിച്ച് ഈ പൈപ്പെല്ലാം മുറിച്ച് ഇത് നമ്മൾ വെള്ളയും എടുക്കുക. ഇതാണ് സാധനം. ഇതിൻ്റെ ഇതാണ് പോക്കിയത് കണ്ടാ. ഇതിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വയറൊന്നും അയക്കില്ലല്ലോ. ഇല്ല, ഒന്നും അയക്കില്ല. ഇതിലേക്കുള്ള കണക്ഷനാണ് നമ്മളിപ്പം കൊടുക്കേണ്ടത്. അത് ഇതിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രശ്നം. ഇതാ കണ്ടോ, ഇവിടം വരെ എത്തുള്ളൂ. പ്രഷർ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇവിടെ ഇതാണ് വിഷമം. നമുക്കിനി ഇത് കഴിച്ചെടുക്കണം. ഇതാണ് സംഭവം കണ്ടാ. ഇങ്ങനെ ഉള്ളോട്ടേക്കല്ലേ. അപ്പം അതെന്താക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കോഴി കൊടുക്കണം, ഉള്ളിൽ കോഴി. പക്ഷെ ഇത് അവിടെ വെച്ച് കൊടുക്കണ്ടേ. ഓക്കെ, എന്നിട്ട് ഇതിൽ കൂടി എടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മളിവിടെ വെക്കണം. അതാണ് ഇപ്പം നമ്മളുടെ വിഷയം. വലിയ ടാസ്ക് തന്നെ. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അലക്കാം. ഇങ്ങനെ വെച്ചിട്ടാ അപ്പോൾ ഇതാ അതല്ല അപ്പോൾ തൽക്കാലം ഇങ്ങനെ വെക്കാം. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ കൊള്ളിച്ച് വെക്കാൻ കഴിയുന്നില്ല. ആ, തൽക്കാലം നമുക്ക് അലക്കാൻ വേണമെങ്കിൽ വിട് അലക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അത്രേ ചെയ്യാൻ പറ്റും. പിന്നെ ഇല്ല, വരൂല. എന്താ തൽക്കാലത്തേക്ക് നമുക്ക് ചെയ്യാം. അടിയിലൊന്നും വേറെ മുറിച്ചിട്ടില്ലല്ലോ. ഇല്ല, തൽക്കാലം നമ്മളെ താഴത്തെ സ്ക്രൂ അങ്ങോട്ട് കൊടുക്കുക. അടിയിലൊന്നും മുറിച്ചിട്ടില്ല. വേറെ വയറൊന്നും മുറിച്ചതായിട്ട് കാണുന്നില്ല. നോക്കാം നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ടോ. വർക്ക് ചെയ്താൽ 800 രൂപയിലാക്കും. ഇതിപ്പം തൽക്കാലം ഇങ്ങനെ ചെയ്യാനാ പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതങ്ങനെ വെച്ചിട്ട് വെക്കാനാ പറ്റും. അതിനുള്ളിൽ തന്നെ നിർത്തിക്കാൻ കഴിയില്ല. അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. തൽക്കാലം അങ്ങനെ നിർപ്പിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് അലക്കാൻ കഴിയില്ല. കുറേ അലക്കാനുണ്ട്. അപ്പോൾ ഇത് നോക്കട്ടെ. കംപ്ലൈൻറ്റ് വരുന്നവരില്ല, അന്നേരം അത് കഴിക്കാം. ഈ സാധനം വാങ്ങാൻ കിട്ടിയതിനൊക്കെ ഇതായി കൊടുത്താൽ മതി. നമുക്ക് ചില സംഗതികൾ നമ്മൾ തന്നെ ചെയ്താൽ മതി. കാരണം ചിലതെല്ലാം എല്ലാത്തിനും പൈസ കൊടുക്കാൻ നിന്നാൽ നമുക്ക് നടക്കൂല. തൽക്കാലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു നോക്കാം. ഇതില്ല, ഇത് ഇതിൻ്റെ അപ്പുറം വരണം. അങ്ങനെ ആക്കിയിട്ട് ഇത് ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ സ്വിച്ചെല്ലാം അമരുന്നുണ്ട്. അപ്പോൾ പുള്ളിലിട്ട് അപ്പോൾ ഇതാ നമ്മളെ വാഷിംഗ് മെഷീൻ പൈപ്പ്. അപ്പോൾ ഇതാ നമ്മളിതാ പൈപ്പ് കണക്ട് ചെയ്യാൻ മറന്നു. പൈപ്പ് കണക്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇതാ തുറന്നോ. അപ്പോൾ ഇതാ നമ്മളെ വെള്ളം വീഴുന്നുണ്ട്. ഇനിയിപ്പോൾ തിരിയോന്ന് അറിയണം. അലക്കുന്നത് നോക്കണം. തിരിയാണിത്. വെള്ളമല്ല ഇങ്ങനെ പോകും. ഇതിപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല. അതാണ്ട് നമ്മളിത് ചെയ്തിട്ടില്ലെങ്കിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ ബേക്കിലൊരു ഐഡിയ ചെയ്യണം. അല്ലെങ്കിൽ ബേക്കിൽ വഴിയാണ് എലി കയറുന്നത്. അപ്പം ബേക്കിലുള്ള എലി വരാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗമാണ് ചെയ്യും. പക്ക ആയിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ഇങ്ങനെയാണ് വാഷിംഗ് മെഷീൻ. എന്തെങ്കിലും കുഴപ്പം വന്നാൽ എല്ലാവരും ആൾക്കാരെ വിളിക്കാതെ ഇതേപോലെ ഒന്ന് പരിശ്രമിച്ച് നോക്ക്. നല്ലൊരു ശ്രമം നടത്തിയാൽ ചിലപ്പോൾ നമുക്ക് പൈസ കൊടുക്കാതെ രക്ഷപ്പെടാം. അപ്പൊ ഞാനെന്ന് വെച്ചാൽ അന്ന് ഒരു വന്നപ്പോൾ ചെയ്യുന്നൊന്ന് കണ്ടിനു. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഞാൻ പഠിച്ചതാണ്. അപ്പൊ എല്ലാവർക്കും ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളെ വാഷിംഗ് മെഷീൻ പക്ക ആയിട്ടുണ്ട്. ഇപ്പൊ ഓരോ വിളിച്ചാല് ഓരോ ഇന്ന് വരൂല, നാളെ, ഇന്ന് സൺഡേ ആണ്, ഇന്ന് വരില്ല, നാളെ ചിലപ്പോഴാ വരും, ചിലപ്പോൾ മറ്റന്നാളാവും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല 800 രൂപ 1000 രൂപയൊക്കെ കൊടുക്കണം. ഇത് സംഗതിക്കാണ് ഒരിക്കൽ നമ്മൾ 800 രൂപ കൊടുക്കുന്നത്. നമുക്ക് തന്നെ ഇതേ ഒത്ത സംഗതി നമുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പൊ തൽക്കാലം വേറെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുന്നേരം അന്നേരം നോക്കാം ബാക്കി കാര്യം. ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.